മറ്റു വാർത്തകളിലേക്കാണ്. തെലങ്കാനയിലെ ലക്സേറ്റിപ്പെട്ടിൽ മദർ തെരേസ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് നേരെ സംഘപരിവാർ സംഘടനകളുടെ ആക്രമണം. സ്കൂൾ യൂണിഫോമിന് പകരം മതപരമായ വസ്ത്രങ്ങൾ ധരിച്ചുവന്നത് ചോദ്യം ചെയ്തതാണ് ആക്രമണത്തിന് കാരണം. മദർ തെരേസയുടെ രൂപം അടിച്ചു തകർക്കുകയും മലയാളി വൈദികരെ മർദ്ദിക്കുകയും ചെയ്തു. ജയ് ശ്രീറാം വിളിച്ചെത്തിയ 100ഓളം പേരാണ് സ്കൂളിന് നേരെ ആക്രമണം നടത്തിയത്. യൂണിഫോം എന്തുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ചുള്ളൂ. ചോദിച്ചിട്ട് പേരൻസ് വന്ന് ഞങ്ങളെ ഇൻഫോം ചെയ്യണമെന്ന് പറഞ്ഞു. അതിങ്ങനെ അവരുടെ ഓഫീസിൽ മുന്നോട്ട് വിളിച്ചിട്ട് അവരുടെ ഓഫീസിന്റെ സ്റ്റാഫ് ഉണ്ടല്ലോ, ഓഫീസിന്റെ നമ്മുടെ ക്ലർക്കുമാരുണ്ടല്ലോ, അവരെ കൊണ്ട് അവർക്ക് എല്ലാവരും വീട്ടിൽ വിളിക്കാൻ പറ്റുന്ന ഒരാളുടെ വീട്ടിലേക്ക് എപ്പോഴും പോയുള്ളൂ. ആ വീട്ടിലോട്ട് വിളിച്ച് ഇങ്ങനെ യൂണിഫോം ഇട്ടുകൊണ്ട് കാരണം നിങ്ങൾ മാലയൊക്കെ ഇട്ടോ അതിന്റെ മുകളിൽ ഷോളൊക്കെ ഉപയോഗിച്ചോ കുഴപ്പമില്ല, പക്ഷെ ഇത് യൂണിഫോം ഇട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ പേരൻസ് വന്ന് ഇവിടെ ഇൻഫോം ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലാണ്ട് പിള്ളേരെ ഇറക്കി വിടുവൊന്നുമില്ല. എല്ലാം ഫോൾസ് ന്യൂസ് ആണ്. ഇത്രയാണ് സംഭവം ഉണ്ടായുള്ളൂ. യഥാർത്ഥ സംഭവം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവര് ന്യൂസ് വരുത്തി പിള്ളേർ സ്കൂളിൽ വന്നിട്ട് ഇറക്കി വെച്ചിട്ട് അവരെ കൊണ്ട് വീണ്ടും ഡ്രസ്സ് ചേഞ്ച് എന്നിട്ടാണ് സ്കൂളിൽ കയറ്റിയെന്നും മാല ഊരിയെന്നും പിന്നെ സ്കൂളിൽ പരീക്ഷ എഴുതിച്ചില്ലെന്നും പറഞ്ഞ് അങ്ങനെ ഒത്തിരി ഫോൾസ് ന്യൂസ് ഈ ടിവിയിലൊക്കെ വരുന്നുണ്ടല്ലോ ഇപ്പോ അവരൊത്തിരി ഫോൾസ് ന്യൂസ് അങ്ങനെ വിട്ടു. ഡൽഹിയിൽ നിന്ന് തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. തൗഫീഖ്, 1, 2, 3 പേരല്ല, ഒരു സംഘം കൂട്ടമായി എത്തിയാണ് തെലങ്കാനയിലെ ക്രിസ്ത്യൻ സ്കൂൾ ആക്രമണം നടത്തിയത്. എന്താണ് ഈ ആക്രമണത്തിന് കാരണം? ഇത് എപ്പോഴാണ് സംഭവിച്ചത്? ഫാരിഷ, ഇന്നലെ രാവിലെയായിരുന്നു ഈ സ്കൂളിന് നേരെ സംഘപരിവാർ ആക്രമണം നടന്നത്. തെലങ്കാനയിലെ ലുക്സിപേട്ടയിൽ മദർ തെരേസ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് നേരെയാണ് ഈ ആക്രമണം ഉണ്ടായത്. ജയ് ശ്രീറാം വിളിച്ചെത്തിയ 100ഓളം ആളുകളാണ് ഇത്തരത്തിൽ സ്കൂളിൽ അതിക്രമിച്ചു കയറുകയും മദർ തെരേസയുടെ രൂപമടക്കം അടിച്ചു തകർക്കുകയും ചെയ്തത്. സ്കൂൾ യൂണിഫോമിന് പകരം മതപരമായ വസ്ത്രങ്ങൾ ധരിച്ച് ചില വിദ്യാർത്ഥികൾ സ്കൂളിലെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികളോട് ചോദിച്ചിരുന്നു എന്താണ് ഈ വസ്ത്രം ധരിച്ച് എത്തിയതെന്ന്. ഇതാണ് ഇപ്പോൾ ഇത്തരം ഒരു പ്രശ്നത്തിന് കാരണമായി ഫാദർ, അതായത് സ്കൂളിലെ അധികൃതർ ഇപ്പോൾ പറയുന്നത്. യൂണിഫോം ധരിക്കാത്തത് ചോദ്യം ചെയ്തത് വലിയൊരു പ്രശ്നമാക്കി ഒരു വിഭാഗം മാറ്റുകയായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഇപ്പോൾ സ്കൂളിൽ നടക്കുന്നുണ്ട്. സ്കൂളിൽ അതിക്രമിച്ചു കയറുകയും സ്കൂളിനെ മറ്റു വസ്തുക്കൾ അടിച്ചു തകർക്കുകയുമാണ് ഉണ്ടായത്. രാവിലെ 8:30 സ്കൂൾ ആരംഭിക്കുന്ന സമയത്തായിരുന്നു ഇത്തരത്തിൽ ആളുകളുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഇത്തരമൊരു ആക്രമണം ഉണ്ടായത്. ഈ വിദ്യാർത്ഥികൾ ഈ വസ്ത്രം ധരിച്ചതുമായി ബന്ധപ്പെട്ട് അവരുടെ മാതാപിതാക്കളുമായി സംസാരിക്കണമെന്ന് സ്കൂൾ അധികൃതർ കുട്ടികളോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കുട്ടികൾ അതിനെ മാതാപിതാക്കളെ വിളിക്കാനോ അല്ലെങ്കിൽ അവരെ കൂട്ടിക്കൊണ്ടുവരാനോ ഒന്നും തയ്യാറായിരുന്നില്ല. തുടർന്നാണ് ഇന്നലെ ഇത്തരത്തിൽ രാവിലെ ഒരു പ്രതിഷേധവുമായി 100ലധികം ആളുകൾ സ്കൂളിന് മുന്നിൽ തടിച്ചുകൂടി. തൗഫീഖ്, ഇതിലൊരു കാര്യം, ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ ആക്രമണം നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അത് നടന്നു കഴിഞ്ഞതിന് ശേഷമോ അവിടെ പോലീസിന്റെ സാന്നിധ്യം നമുക്ക് കാണുന്നുണ്ട്. അപ്പം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്താണ് പോലീസ് പറയുന്നത്? ആർക്കെതിരെയെങ്കിലും കേസെടുത്തിട്ടുണ്ടോ? പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അക്രമികൾക്കെതിരെയും ഒപ്പം ഈ സ്കൂൾ മാനേജ്മെന്റിനെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. എന്നാൽ ഈ ആക്രമണം നടത്തിയ ആരെയും പോലീസ് ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. കേസന്വേഷണം നടക്കുകയാണെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. സ്കൂളിലെ CCTV ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇത് പരിശോധിച്ചതിന് ശേഷം അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഈ വിദ്യാർത്ഥികളോട് ഈ വസ്ത്രം ഇട്ടത് എന്തിനാണെന്ന് ചോദ്യം ചെയ്തതിന് സ്കൂൾ അധികൃതർക്കെതിരെയും കേസെടുത്തതായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അക്രമികളെ പിടികൂടിയില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ തീരുമാനം. ചെറിയ അക്രമികളെ പിടികൂടണമെന്നുള്ള ആവശ്യത്തിലാണ് സ്കൂൾ മാനേജ്മെന്റ് ഉറച്ചു നിൽക്കുന്നത്. തെലങ്കാനയിലെ ലക്സേറ്റിപ്പെട്ടിലെ മദർ തെരേസ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് നേരെയാണ് സംഘപരിവാർ സംഘടനകളുടെ ആക്രമണമുണ്ടായത്. വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് തൗഫീഖ് അസ്ലം. മറ്റു വാർത്തകളിലേക്കാണ്.